TG പതിവ് പോലെ ഇന്നും എന്തൊക്കെയോ കടലാസും കേസ് കിട്ടുമൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ് അത് കൊണ്ടുവരേണ്ടി വന്നു. ഒരു പഞ്ചാബ് ഹൈക്കോടതി ജഡ്ജ്മെൻ്റാണ്, അധികമൊന്നുമില്ല, ഒരു 26 പേജ്. അതിൻ്റെ ഓപ്പറേറ്റീവ് പോർഷൻ ഞാൻ പറയാം. കാരണം ഈ നമ്മുടെ കാശ്മീർ ഫയൽ സിനിമയിൽ ഗവൺമെൻറ് തോ ഉൻകി ഹോഗി ലേക്കിൻ സിസ്റ്റം ഹമാരാ ഹേന എന്ന് ആ സ്ത്രീ ചോദിക്കുന്നുണ്ട്. സർക്കാരല്ലേ അവരുടെ, സിസ്റ്റം നമ്മുടെ ആണല്ലോ, പിന്നെ എന്ത് പേടിക്കാനാണ്? അപ്പം അത് പ്രകടമായിട്ട് പല സ്ഥലത്തും നമ്മൾ കണ്ടു, ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു. അതിലൊന്നാണ് ഈ കേജ്രിവാളിന് കൊടുത്ത ജാമ്യം, അത്യപൂർവമായ ജാമ്യം. സുപ്രീം കോടതി ഇന്നലെ പറഞ്ഞ അത്യപൂർവമൊന്നും അല്ല. അമിത്ഷായുടെ പ്രസംഗം മനു അഭിഷേക് സിംഗ്വി കോടതി പറഞ്ഞു, രാജ്യത്തൊരു വലിയ മന്ത്രി വിമർശിച്ചിട്ടുണ്ട് ഇത് സ്പെഷ്യൽ കേസാണെന്ന്. അപ്പോൾ കോടതി അങ്ങനെയൊന്നുമില്ല, സാധാരണമാണ്, ഇതിനകത്ത് അസാധാരണത്വമൊന്നുമില്ല എന്ന് പറഞ്ഞെന്നാണ് ഞാൻ വായിച്ചത്. അതെ, അത് തന്നെ. അത്യപൂർവം നമ്മൾ നോക്കുമ്പോൾ, കോടതി നോക്കുമ്പോൾ സർവ്വസാധാരണം. ഇപ്പോൾ എന്ത് സംഭവിച്ചു? സർവ്വസാധാരണം എന്ന് പറഞ്ഞ സ്ഥിതിക്ക് അടുത്തൊരു കോടതി അടുത്തൊരു ED കേസിൽ ജാമ്യം കൊടുത്തു. ഒന്നല്ല 2 കേസുണ്ടായിരുന്നു ആ മനുഷ്യൻ്റെ പേരിൽ. പഞ്ചാബ് ഹൈക്കോടതി സാധു സിംഗ് ധരംസോത്ത് എന്ന കോൺഗ്രസ് പൊളിറ്റീഷ്യൻ, അയാൾക്ക് ഇന്നലെ അല്ലല്ലോ, മിനിഞ്ഞാന്നാണെന്ന് തോന്നുന്നു, 14-ാം തീയതി പഞ്ചാബ് ഹൈക്കോടതി കേജ്രിവാളിൻ്റെ കേസ് വെച്ച് തന്നെ ജാമ്യം കൊടുത്തു. കേജ്രിവാളിന് 1 ED കേസായിരുന്നു, ഇദ്ദേഹത്തിന് 2 ED കേസാണ്. 2 ED കേസും അതുകൂടാതെ 2 കറപ്ഷൻ കേസും. 2 കറപ്ഷൻ കേസ് ആദ്യം രജിസ്റ്റർ ചെയ്യുന്നു, അറസ്റ്റ് ചെയ്യുന്നു, 2ലും പുള്ളി ജാമ്യം വാങ്ങുന്നു, 3 മാസം വെച്ച് ജയിലിൽ കിടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ജാമ്യം കൊടുക്കുന്നു. കോൺഗ്രസ്സുകാരനാണ്, 4 തവണയോ മറ്റോ MLA ആയിരുന്നു, പഞ്ചാബുകാരനാണ്, 1 തവണ മന്ത്രിയായിരുന്നു. വനം, പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി, ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, ഈ 3 വകുപ്പുകളാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നത്. വനത്തെ സംബന്ധിച്ച് എന്തെങ്കിലും അഴിമതിയായിരിക്കണം, FIR നമ്പറും ക്രൈമും ഒക്കെ ഇതിൽ ഉള്ളൂ, അല്ലാതെ എന്തായിരുന്നു കേസിൻ്റെ കണ്ടൻറ്റ് ഇല്ല, അത് വരികയുമില്ല, ജാമ്യാപേക്ഷയാണ്. അപ്പോൾ കേജ്രിവാളിന് ജാമ്യം കിട്ടിയപ്പോൾ ഓൺ ദ സെയിം ഗ്രൗണ്ട് ഈ സാധു സിംഗ് പഞ്ചാബ് ഹൈക്കോടതിയിൽ അയാളുടെ റെഗുലർ ജാമ്യത്തിനുള്ള അപേക്ഷ കിടപ്പുണ്ട് കോടതിയിൽ. കീഴ്ക്കോടതി നിരസിച്ചു, അയാൾ ഹൈക്കോടതിയിൽ വന്ന് കിടപ്പുണ്ട്. 2 കറപ്ഷൻ കേസിൽ ജാമ്യം അയാൾക്ക് കിട്ടിക്കഴിഞ്ഞു. ED കേസിൽ ഒരെണ്ണത്തിൽ അയാളെ അറസ്റ്റ് ചെയ്തു, ഒരെണ്ണത്തിൽ അറസ്റ്റ് ചെയ്യാനിരിക്കുന്നു. ആ സമയത്താണ് അയാൾ ജാമ്യം കീഴ്ക്കോടതിയിൽ ചോദിക്കുന്നു, കീഴ്ക്കോടതി നിഷേധിക്കുന്നു, ഹൈക്കോടതിയിൽ വന്നിരിക്കുന്നു. റെഗുലർ ബെയിൽ കിടക്കുമ്പോഴാണ് കേജ്രിവാളിൻ്റെ വിധി വരുന്നത്. കേജ്രിവാളിൻ്റെ വിധി വന്നു കഴിഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു, എനിക്കും ഇൻ്ററിം ബെയിൽ വേണം. അപ്പോൾ അറസ്റ്റ് ചെയ്ത കേസിലും ഇയാൾ ജാനുവരി മുതൽ തടവിലാണ്, ജാനുവരി 20th മുതൽ തടവിലാണ് വീണ്ടും. മറ്റേ 2 കേസിൽ ജാമ്യം കിട്ടി, ഒരു ED കേസിൽ തടവിലാണ്. അടുത്ത ED കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുമില്ല, തടവിലുമല്ല. ഈ അവസ്ഥയിലാണ് കേജ്രിവാൾ കേസ് വരുന്നത്. ഇയാൾ ക്ലീനായിട്ട് കേജ്രിവാൾ കേസ് കോട്ട് ചെയ്തിട്ട് എന്നെ വിടണം എന്ന് പറയുന്നു. അയാൾ കോട്ട് ചെയ്യുന്നു, The petitioner wishes to campaign for its political party regarding which the petitioner has a legal right, and that in similar circumstances the Honorable Supreme Court, Arvind Kejriwal versus Director of Enforcement, has granted interim bail. Arvind Kejriwal on certain conditions, and in the said order it has been observed that it is no gainsaying that general elections to the Lok Sabha is the most significant and important event, etc. etc. സുപ്രീം കോടതിയുടെ ആ ജഡ്ജ്മെൻറ്റ്. ആ ജഡ്ജ്മെൻറ്റിൽ നിന്ന് ഇവർ മാത്രമല്ല ഒരു കാര്യം കൂടെ പറഞ്ഞു, ഞങ്ങൾക്ക് നേരത്തെ 2 കേസിൽ ജാമ്യം കിട്ടിയിരുന്നു, ഞങ്ങൾ തെളിവ് നശിപ്പിച്ചില്ല, സാക്ഷിയെ ഭീഷണിപ്പെടുത്തിയില്ല, സ്വാധീനിച്ചില്ല, ഒന്നും ചെയ്തില്ല. മര്യാദ രാമൻ നമ്പർ 1 ആണ് സാധു സിംഗ്. കേജ്രിവാളിൽ അങ്ങനെയാണെന്ന് അവർ പറയുന്നില്ല, പക്ഷേ കേജ്രിവാളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഞാൻ പരമമര്യാദക്കാരനാണ്. കാരണം കേജ്രിവാളിനെ ജാമ്യത്തിൽ വിട്ടിട്ട് അയാൾ കുഴപ്പം കാണിക്കുന്നൊരവസ്ഥ വന്നിട്ടില്ല. ആദ്യമായിട്ടാണ് കേജ്രി അറസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് നോക്കൂ, എനിക്കൊരു ഹിസ്റ്ററി ഉണ്ട്.
2 തവണ 2 കേസിൽ ഞാൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു. 2 തവണയും 3 മാസം ഞാൻ ജയിലിൽ കിടന്നു. എന്നിട്ട് പുറത്തു വന്നു. ഒന്നാം തരം മര്യാദക്കാരനായിട്ട് ജീവിച്ചു. ഒന്നും ചെയ്തില്ല. അപ്പം ഞാനല്ലേ യോഗ്യൻ? ഞാനാണ് കൂടുതൽ മിടുക്കൻ. മറ്റേ ആളിനി അത് തെളിയിക്കാനിരിക്കുന്നതേ ഉള്ളൂ. കൂടുതൽ കുറ്റങ്ങൾ ചെയ്യുകയും കൂടുതൽ തവണ ജാമ്യം വാങ്ങുകയും ആ ജാമ്യത്തിൽ മര്യാദക്കാരനായിട്ട് ജീവിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ കേജ്രിവാൾ വരുന്നത് വരെ അയാളെക്കാൾ യോഗ്യൻ ഞാനാണ്. ഇതൊക്കെയാണ് വാദം. അപ്പോൾ ഒരു 7 പേജ് ഈ ഇവരുടെ വിധി, സുപ്രീം കോടതിയുടെ വിധി ഇവർ കോട്ട് ചെയ്യുന്നുണ്ട്, കോപ്പി പേസ്റ്റ് ചെയ്യുന്നുണ്ട്. കംപ്ലീറ്റ് അതുപോലെ കോപ്പി ചെയ്ത് അങ്ങ് പോയി. 11 ഈ ജഡ്ജ്മെൻ്റൊക്കെ വളരെ റീസെൻ്റ് ജഡ്ജ്മെൻ്റാണ് എന്ന് വരാനായിട്ട് പേജ് നമ്പർ 12 മുതൽ 17 വരെ സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻ്റ് അതുപോലെ എടുത്തിട്ട് കോപ്പി ചെയ്തിരിക്കുകയാണ്. അതുകൂടാതെ ഇയാളുടെ ആർഗ്യുമെൻ്റാണ് Arvind Kejriwal has not been convicted and was not a threat to the society. Had been granted interim bail to him and before doing so had also taken into consideration the negative factor against Arvind Kejriwal. സുപ്രീം കോടതി ഒരു നെഗറ്റീവ് ഫാക്ടർ പറഞ്ഞിട്ടുണ്ട്. 9 തവണ സമൻസ് അയച്ചിട്ടും നിങ്ങൾ ഹാജരായില്ല എന്നുള്ളത് ഒരു നെഗറ്റീവ് ഫാക്ടറായിട്ട് കിടക്കുന്നു. പക്ഷേ 18ാം ലോക്സഭ എന്നുള്ള മഹാസംഭവം നടക്കുന്നതിനാൽ ആ നെഗറ്റീവ് ഫാക്ടർ ഇഗ്നോർ ചെയ്തുകൊണ്ട് നിങ്ങളെ വിടുന്നു. ഇദ്ദേഹം പറയുന്നത് ഈ മനുഷ്യൻ സാധു സിംഗ് ഓരോ സമൻസിനും ഹാജരായി കോടതിയിൽ. ശരിയാണല്ലോ. ഏജൻസികളുടെ മുമ്പിൽ ഹാജരായി. ഒരൊറ്റ സമൻസിന് ഇദ്ദേഹം ഹാജരാകാതിരുന്നിട്ടില്ല. നിയമം അനുസരിക്കുന്ന പൗരനാണ്. അപ്പോൾ ആരാ യോഗ്യനാരാ? ഉറപ്പായിട്ടും സാധു സിംഗാണ്. പരമസാധുവാണ്. അത്രയും സാധു അല്ലാത്ത കേജ്രിവാളിന് ജാമ്യം കൊടുത്ത സ്ഥിതിക്ക് സാധു സിംഗിന് 2 ജാമ്യം കൊടുക്കണ്ടേ? 2 ജാമ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഒരെണ്ണം അറസ്റ്റ് ചെയ്ത ജാമ്യം, മറ്റേത് അറസ്റ്റ് ചെയ്യാൻ പോകുന്ന ജാമ്യം. ഇത് അതുകൊണ്ട് കേജ്രിവാളിനേക്കാളും പരമയോഗ്യനാണ് ഞാൻ എന്ന് ഇദ്ദേഹം വാദിക്കുന്നു. വാദിച്ച് അവസാനം ഇനി ഓപ്പറേറ്റീവ് പാർട്ടിലേക്ക് പോകാം. ഇത് തന്നെയാണ് കോടതി പറയുന്നത്. ഇ ഡി ഇത് ചലഞ്ച് ചെയ്യുന്നുണ്ട്. ഇ ഡി പറയുന്നു കേജ്രിവാൾ ചീഫ് മിനിസ്റ്ററാണ്. കോടതി അത് പറഞ്ഞിരുന്നു, സുപ്രീം കോടതി. ചീഫ് മിനിസ്റ്ററാണ്, അതുകൊണ്ടാണ് സ്പെഷ്യൽ സർക്കംസ്റ്റൻസിൽ കൊടുത്തത്. ഇപ്പോൾ ഇവിടെ ന്യായം പറയുന്നതെന്നറിയാമോ? ഇങ്ങേര് ചീഫ് മിനിസ്റ്ററല്ല, മിനിസ്റ്ററേ അല്ല. അതുകൊണ്ട് ഇങ്ങേർക്ക് എവിഡൻസ് ടാമ്പർ ചെയ്യാൻ പറ്റില്ല. അധികാരമില്ലല്ലോ. സാക്ഷികളെ ഭീഷണിപ്പെടുത്തിയാൽ പറ്റില്ല. കാരണം സാക്ഷികൾ പേടിക്കില്ല. ഇയാളെ എന്തിനു പേടിക്കണം? ഇയാൾക്ക് അധികാരമില്ല. ഇയാൾ കോൺഗ്രസ്സുകാരനാണ്. കോൺഗ്രസ് അല്ല പഞ്ചാബ് ഭരിക്കുന്നത്. അതുകൊണ്ട് ഇയാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പഞ്ചാബ് ആണെങ്കിലും ഡൽഹി ആണെങ്കിലും ഭരിക്കുന്നത് ആം ആദ്മി പാർട്ടിയാണ്. ഈ മനുഷ്യനൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റും. എന്ത് ചെയ്യാൻ പറ്റും? ക്യാമ്പയിൻ ചെയ്യാൻ പറ്റും കോൺഗ്രസിന് വേണ്ടിയിട്ട്. ഇ ഡി പറയുന്നു ഇയാൾ കോൺഗ്രസിൻ്റെ വലിയ നേതാവൊന്നുമല്ല, മറ്റേത് ആപ്പിൻ്റെ ചെയർമാനും മുഖ്യമന്ത്രിയൊക്കെയാണ്, നാഷണൽ ഫിഗറാണ്. ഈ സാധു സിംഗ് എന്ന് പറയുന്ന ഇയാളെ, അയാളുടെ പേര് തന്നെ സാധു സിംഗ് ധരംസോത്ത്, ഇങ്ങനെ ഒരാളിനെ സുനിൽ കേട്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷേ കോടതി പറയുന്നത് ഇയാൾ ക്യാമ്പയിൻ ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം ഭാരതത്തിൻ്റെ ഗതി തിരിച്ചുവിടാൻ കഴിവുള്ള മനുഷ്യനാണ്. അപ്പോൾ അങ്ങനെയുള്ള പൊളിറ്റീഷ്യനെ ഞങ്ങൾ വിടണ്ടേ? അയാൾ മുഖ്യമന്ത്രിയല്ലായിരിക്കാം, മന്ത്രിയേ അല്ലായിരിക്കാം, പക്ഷേ അയാൾ പൊളിറ്റീഷ്യനാണ്. 1992 മുതൽ കോൺഗ്രസ്സിൽ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. പലതവണ MLA ആയി, മന്ത്രിയായി. ഇനി ഇത് കൂടുതൽ എന്ത് വേണം? അങ്ങനെ പോയി കുറേ കാര്യങ്ങൾ കൂടെ എഴുതി നിറച്ചിട്ട് കോടതി അവസാനം ഇയാൾക്ക് ജാമ്യം കൊടുക്കുന്നു. കേജ്രിവാളിന് എത്രാം തീയതി വരെ ജാമ്യം? 2-ാം തീയതി വരെ. 1-ാം തീയതി, 2-ാം തീയതി തിരിച്ചു കയറണം. 2-ാം തീയതി തിരിച്ചു കയറണം. സാധു സിംഗിന് ജാമ്യം കൊടുത്തിരിക്കുന്നത് ടിൽ 5th June. ആൻഡ് ദ പെറ്റീഷണർ വിൽ സറണ്ടർ ഓൺ 6th June 12 PM. 6-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്ക്. എന്നുവെച്ചാൽ 4-ാം തീയതി വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേക്ക് ഫലപ്രഖ്യാപനം വരും. അത് കഴിഞ്ഞ് അതിൻ്റെ ആഘോഷം.
അതിൻ്റെ വെള്ളമടി, ഇതൊക്കെ കഴിഞ്ഞ് കിടന്ന് തല പൊങ്ങണ്ടേ. അപ്പോൾ ഒരു ഉച്ചയൊക്കെ മാറ്റി അത് 5-ാം തീയതി ഫുൾ കൊടുത്തു. 5-ാം തീയതി ഫുൾ കൊടുത്തിട്ട് 6-ാം തീയതി ഉച്ചയ്ക്ക് ഹാജരായാൽ മതി എന്നാണ്. അപ്പം 4-ാം തീയതി വെള്ളമടി, പിറ്റേ ദിവസം സുഖമായ ഉറക്കം, 5-ാം തീയതി വൈകുന്നേരം ഒരല്പം കുറഞ്ഞ വെള്ളമടി, അതിൻ്റെ ഒരു ഉറക്കക്ഷീണവും സംഗതിയൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണവും ചപ്പാത്തിയൊക്കെ കഴിഞ്ഞ് 12 മണിയാകുമ്പോൾ ഉച്ചയ്ക്ക് ഊണ് അവിടെ അല്ല ഊണ് വേണമെങ്കിൽ കഴിച്ചിട്ടും പോവാം, അത് അങ്ങനെയുള്ള സൗകര്യം പോലെ. 12 മണിക്ക് ഇവിടെ എത്തിയാൽ മതി. നഭ ജയിൽ ന്യൂ ബ്ലോക്ക്, ഈ ഓൾഡ് ബ്ലോക്കിൽ അവിടെ ഇവിടെ പൊടിഞ്ഞ് സിമെൻ്റൊക്കെ പോയിട്ട് പ്ലാസ്റ്റർ ഒന്നുമില്ല, അതൊന്നും പറ്റില്ല. ന്യൂ ബ്ലോക്കിൽ നഭ ജയിലിൻ്റെ ന്യൂ ബ്ലോക്ക്, നഭ ഡിസ്ട്രിക്റ്റാണ്. ആ ഡിസ്ട്രിക്ട് ജയിലിലെ ന്യൂ ബ്ലോക്കിൽ ഈ സാധു സിംഗ് എന്നുള്ള മനുഷ്യൻ ഹാജരായാൽ മതി. അപ്പോൾ കേജ്രിവാളിന് 1-ാം തീയതി വരെ ജാമ്യം കൊടുത്തു, ഇയാൾക്ക് 5-ാം തീയതി 6-ാം തീയതി ഉച്ച വരെ ജാമ്യം കൊടുത്തു. ഇനി അടുത്ത ആളിന് ജാമ്യം കൊടുക്കുമ്പോണ്ടല്ലോ ഒരു 15-ാം തീയതി വരെ അങ്ങ് കൊടുക്കും. അല്ല, ഇപ്പോൾ ഖലിസ്ഥാൻ തീവ്രവാദി അമൃതപാലും സ്ഥാനാർത്ഥിയാണ്, അയാൾക്ക് കിട്ടില്ലേ? കിട്ടും. അയാൾക്കൊരു 10-ാം തീയതി വരെയെങ്കിലും കൊടുക്കും. കാരണം തെരഞ്ഞെടുപ്പ് പ്രചരണം കഴിഞ്ഞിട്ട് ഈ തീവ്രവാദ പ്രചരണം അതൊരു പ്രധാനപ്പെട്ട കാര്യമല്ലേ, അത് ചെയ്യാൻ വേറെ ആരാണുള്ളത്? അമൃതപാൽ സിംഗ് അല്ലാതെ. മാത്രമല്ല അദ്ദേഹം ഈ തീവ്രവാദ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഭാരതത്തിൽ ഉടനീളം ചെയ്യേണ്ടതാണ്, ഒരു സ്ഥലത്ത് മാത്രമായിട്ട് കൺഫൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനുള്ള സൗകര്യമൊക്കെ വെച്ചിട്ട് അയാൾക്കൊരു 15-ാം തീയതി വരെ ജാമ്യം കൊടുക്കാനുള്ളത്. സംഭവിക്കുന്നത് ഞാൻ പറയാം, ഈ PMLA എന്ന് പറയുന്ന കോടാലി ഇത് കൊണ്ടുവന്നത് ചിദംബരമാണ് ഈ ആക്ട് പാസ്സാക്കുന്നത്. ഇത് അമിത്ഷാ പാസ്സാക്കിയ ആക്റ്റൊന്നുമല്ല. ദിസ് ആക്ട് വാസ് ഡ്രാഫ്റ്റഡ് ബൈ ചിദംബരം. ഈ ഡ്രാഫ്റ്റ് ചെയ്യാനൊരു കാര്യമുണ്ട്. FATF, ഫൈനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഇൻ്റർനാഷണൽ ടാസ്ക് ഫോഴ്സ് ഉണ്ട്, യുണൈറ്റഡ് നേഷൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ്. കാരണം യുണൈറ്റഡ് നേഷൻസിലൊരു കൺസെൻസസ് ഉണ്ടായി, ലോകത്തിലെ രാജ്യങ്ങളെ ശല്യം ചെയ്യുന്ന സംഭവങ്ങൾ, കാരണങ്ങൾ, അതിൽ 2ാമത്തേതാണ് കള്ളപ്പണം, 1ാമത്തേത് ടെററിസം. ഇങ്ങനെയാണ് ഒരു ലിസ്റ്റ് തയ്യാറാക്കിയത്. 1 ടെററിസം, 2 കള്ളപ്പണം, 3ാമത്തേതാണ് മയക്കുമരുന്ന് ഇതൊക്കെ വരുന്നത്. സോ സീ ദ ഇമ്പോർട്ടൻസ് ഓഫ് കള്ളപ്പണം. എല്ലാ രാജ്യങ്ങളും സ്ട്രിഞ്ചൻ്റ് ആയിട്ടുള്ള നിയമം ഇതിനു വേണ്ടി ഉണ്ടാക്കണം തീരുമാനിച്ചു. അതിനൊരു കൺവെൻഷൻ ഉണ്ടാക്കി. ആ കൺവെൻഷൻ എല്ലാവരും ഒപ്പുവെച്ച ഒരു രാജ്യം ഇന്ത്യയാണ്. അന്ന് UPA സർക്കാരായിരുന്നു. അന്ന് ചിദംബരം കൊണ്ടുവന്നതാണ് ഈ ആക്ട്. വളരെ ടൈറ്റ് ആക്റ്റാണ്. അത് ഒരു 3-അംഗ ബെഞ്ച് പരിശോധിച്ചു സുപ്രീം കോടതിയുടെ. ഓരോ വകുപ്പെടുത്ത് പരിശോധിച്ചിട്ട് ശരിവെച്ചു. ഒരു 3 വർഷമായിട്ടുണ്ട് ഇപ്പോൾ. ഇത് PMLA ആക്ടിലെ ഈ വ്യവസ്ഥകൾ മുഴുവൻ എടുത്തു കളയണമെന്ന് വാദിച്ച വക്കീലും ചിദംബരമാണ്. കാരണം ചിദംബരം അപ്പോഴത്തേക്ക് പ്രതിപക്ഷത്ത് വന്നു. ഒരു ജഡ്ജി പോലും ചിദംബരത്തോട് ചോദിച്ചില്ല, നിങ്ങളല്ലേ മിസ്റ്റർ ഇത് ഡ്രാഫ്റ്റ് ചെയ്ത് പൈലറ്റ് ചെയ്ത് ഈ മനുഷ്യനാണ്. അന്നത്തെ ഡിബേറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഘോരഘോരം PMLA പിന്താങ്ങിയത്, അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ചിദംബരമാണ്. ആൻഡ് ദ സെയിം മാൻ അപ്പിയറിംഗ് ഇൻ സുപ്രീം കോർട്ട് ആൻഡ് ആർഗ്യൂയിങ് അഗൈൻസ്റ്റ് ദ സെയിം തിങ്. ഇതിൻ്റെ ഐറണി സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചില്ല. പക്ഷേ ആ ബെഞ്ച് വേർഡ് ബൈ വേർഡ് ഇതെല്ലാം കൂടെ ശരിവെച്ചു. PMLA ആക്ടിൽ യാതൊരു തെറ്റുമില്ല. അന്നത്തെ സബ്മിഷനിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞു, ഞങ്ങളെ വെറുതെ ഉപദ്രവിക്കരുത്, ഇത് ഇൻ്റർനാഷണൽ കൺവെൻഷൻ സൈൻ ചെയ്തതിനെ തുടർന്ന് എല്ലാ രാജ്യങ്ങളും പാസ്സാക്കിയ ടൈറ്റ് നിയമമാണ്. അതുകൊണ്ടാണ് ഇതിന് വേറെ അപ്രൂവലും വേണ്ട, ഒന്നും വേണ്ട. EDക്ക് വന്ന് നേരെ നിങ്ങളെ അറസ്റ്റ് ചെയ്യാം. പിണറായി വിജയൻ വിചാരിച്ചാലൊന്നും ED അറസ്റ്റ് തടയാൻ പറ്റില്ല, CBI തടയാൻ പറ്റും, EDയെ തടയാൻ പറ്റില്ല. ഇങ്ങനൊരു നിയമം ഉണ്ടാക്കാൻ കാര്യം അന്താരാഷ്ട്ര തലത്തിൽ കള്ളപ്പണമാണ് 2ാമത്തെ ഡേഞ്ചർ, 1ാമത്തെ ടെററിസം. ഈ അവസ്ഥയാണ്. ഇതിപ്പോൾ സുപ്രീം കോടതിക്ക് ഇപ്പോഴുള്ള ചില സുപ്രീം കോടതി ജഡ്ജിമാർക്ക് ഇത് ശരിയാവണില്ല. ഇതെങ്ങനെയെങ്കിലും ഇതിൽ വെള്ളം ചേർക്കണം. അപ്പോൾ അവർ കണ്ടുപിടിച്ച 2 സംഗതിയാണ്. ഒന്ന്, സെക്ഷൻ 45 അനുസരിച്ച് ഇൻ റൈറ്റിംഗ് ഈ പ്രതിക്ക് അറസ്റ്റിൻ്റെ കാരണങ്ങൾ ബോധിപ്പിക്കണം. PD എന്ത് ചെയ്തു? കാരണം ബോധിപ്പിക്കുക, റീസൺസ് അറിയിക്കണമല്ലോ. നിങ്ങളെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ 2ാമത് കുറ്റം ചെയ്യാൻ സാധ്യതയുണ്ട്. നിങ്ങളെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്.
നിങ്ങളെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് നിങ്ങളെ അറസ്റ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് എഴുതി. അപ്പോൾ കോടതി ഒരു ചമ്മൽ, എടാ ഇവന്മാർ രക്ഷപ്പെട്ട് കളഞ്ഞു. കാരണം പറഞ്ഞിട്ടുണ്ട്. ഇപ്പം അവർ പറഞ്ഞു റീസൺസ് ഫോർ ഇത് അറസ്റ്റ് അല്ല, ഗ്രൗണ്ട്സ് ഫോർ അറസ്റ്റ് വേണം കൊടുക്കാൻ എന്ന് പറഞ്ഞു. ഇതൊക്കെ ഇവർ ഈ നിയമത്തിൽ എഴുതി ചേർക്കുകയല്ല, വ്യാഖ്യാനിച്ച് കൊണ്ടുവരികയാണ്. ഗ്രൗണ്ട്സ് ഫോർ അറസ്റ്റ്. കേജ്രിവാളിൻ്റെ കേസ് വന്നു കഴിഞ്ഞപ്പോൾ ഗ്രൗണ്ട്സ് ഫോർ അറസ്റ്റ് എഴുതി കൊടുത്തു. സുനീത അഗർവാളിനെ കൊണ്ട് ഒപ്പ് വാങ്ങിച്ച് അക്നോളജ്മെൻറ്റ് വാങ്ങിച്ചു. കേജ്രിവാളിനെ വായിച്ച് കേൾപ്പിച്ചതിന് ഞാൻ സാക്ഷിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു രീതിയിലും ഇത് സംഭവിക്കുന്നത്. അങ്ങനെയാണ് കേജ്രിവാളിന് ഇൻ്ററിം ബെയിൽ കൊടുക്കാൻ അവർ തീരുമാനിച്ചത്, പൊളിറ്റീഷ്യനാണെന്നുള്ള ന്യായം പറഞ്ഞുകൊണ്ട്. ഇപ്പോൾ അവർ ഈ സെക്ഷൻ 45 MLA വിട്ടിട്ട് സെക്ഷൻ 19 ഓഫ് PMLA, അതിൽ പവർ ഓഫ് അറസ്റ്റ് ഉണ്ട്. ആ പവർ ഓഫ് അറസ്റ്റ് വികസിപ്പിച്ച് അറസ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാക്കി അതിൻ്റെ വ്യാഖ്യാനം കൊണ്ടുവരിക. ഇതാണ് സുപ്രീം കോടതി ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി എങ്ങാനും അറസ്റ്റ് ചെയ്താൽ ജാമ്യം കൊടുക്കുക വേണം. അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ജാമ്യത്തിൻ്റെ ഓർഡറുമായിട്ട് വേണം അറസ്റ്റ് ചെയ്യാൻ പോകാനായിട്ട്. അല്ല, ഇപ്പോൾ ഇന്നലെ വേറൊരു വിധി വന്നിട്ടുണ്ട്. അതായത് കോടതി സമൻസ് കൊടുത്ത പ്രതിയാണെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോടതിയുടെ മുൻകൂർ അനുവാദം വേണം. ED കേസിൽ തന്നെയാണ്. അപ്പോൾ EDയുടെ പല്ലിങ്ങനെ ഓരോന്നായി പറിച്ചുകൊണ്ടിരിക്കുക PMLA ആക്ടിൻ്റെയും. അതെ, അത് സെക്ഷൻ 45 പറിച്ചു, ഇപ്പോൾ സെക്ഷൻ 19 പറിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ PMLA ആക്ട് ഫലത്തിൽ ഈ ഓൺലൈൻ ജാമ്യം കിട്ടുന്ന ഒരു ആക്റ്റായിട്ട് മാറും. എല്ലാവർക്കും ഓൺലൈൻ സുപ്രീം കോടതിയുടെ വെബ്സൈറ്റിൽ കയറുക, ഓൺലൈനിൽ എനിക്കൊരു ജാമ്യം വേണമെന്ന് പറയുക. കേസ് നമ്പർ ഇല്ല, കാരണം ED അവിടെ തുടങ്ങി വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് എനിക്കൊരു ജാമ്യം വേണമെന്ന് ഒരു നമ്പറൊക്കെ ഇട്ടിട്ട് നിങ്ങൾക്കൊരു ജാമ്യം തരും. ഡേറ്റ് നിങ്ങൾക്ക് തീരുമാനിക്കാം. PMLA ആക്ട് എങ്ങനെയാണ് ഇവോൾവ് ചെയ്ത് വന്നത്, എന്തുകൊണ്ടാണ് ഇൻ്റർനാഷണൽ ഒരു കൺവെൻഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ അത് എഗ്രി ചെയ്തത് എന്നൊക്കെ സുപ്രീം കോടതിക്ക് അറിയില്ലേ? അറിയാം. അങ്ങനെയാണ് ഈ 3 ജഡ്ജ് ബെഞ്ച് ഇതിൻ്റെ സെക്ഷൻ ബൈ സെക്ഷൻ ശരിവെച്ചു. ഞാൻ പറഞ്ഞില്ലേ, അന്നും പ്രധാനമായും വാദിച്ചത് ചിദംബരം, കപിൽ സിബൽ, ഈ അഭിഷേക് മനു സിംഗ്വി, പ്രശാന്ത് ഭൂഷൺ, ഈ 4 പേരാണ് അന്നും വാദിച്ചത്. ബട്ട് സുപ്രീം കോടതി വാസ് നോട്ട് കൺവിൻസ്ഡ്. ഓരോ സെക്ഷനും അവർ അപ്ഹോൾഡ് ചെയ്തു. ദിസ് ആക്ട് ഈസ് പെർഫെക്റ്റ്ലി ഓക്കെ, നോ പ്രോബ്ലം. അന്ന് കേന്ദ്ര സർക്കാരാണ് ഈ സാധനം പുറത്തുവിടുന്നത്. അതിനു മുമ്പ് ചിദംബരമൊക്കെ തന്നെ പാർലമെൻറ്റിൽ പറഞ്ഞിട്ടുള്ളതാണ്, ഇങ്ങനൊരു കൺവെൻഷൻ നമ്മൾ ഒപ്പിട്ടിട്ടുണ്ട്, വളരെ ഡേഞ്ചറാണിത്, കള്ളപ്പണം എന്ന് പറയുന്നത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ തകർത്ത് കളയുന്ന സാധനമാണ്, സർക്കാരിന് ഒരു നിയന്ത്രണവുമില്ലാതെ ഒരു കാലത്ത് 90കളിലൊക്കെ അന്ന് PMLA ഇല്ല. സുനിൽ ഓർത്ത് നോക്ക്, എറണാകുളത്ത് എങ്ങനെയാണ് സ്ഥലവില കയറിക്കൊണ്ടിരുന്നത്. PMLA വന്നു, പ്ലസ് ഡിമോണിറ്റൈസേഷൻ വന്നു. അപ്പോഴാണ് സംഭവം സ്റ്റേബിളായത്. അതിനെ തുടർന്ന് ഒരുപാട് ഈ ബ്രോക്കർമാർ ആത്മഹത്യ ചെയ്യുകയും നമ്മുടെ അഡ്വക്കേറ്റ് ഉദയഭാനു ജയിലിൽ പോവുകയും ആലഞ്ചേരി കുഴപ്പത്തിലാകുകയും ഒക്കെ ചെയ്ത് ഈ ഡിമോണിറ്റൈസേഷൻ കാരണമാണ്. PMLAയുടെ ഒരു ഫോളോ അപ്പ് ആക്ഷനാണ് ഡിമോണിറ്റൈസേഷൻ. ഇതിൻ്റെ പാരലായിട്ട് വരേണ്ടതാണ് CAA, NRC. ഇതൊരു മൊത്തത്തിലുള്ളൊരു സ്കീമായിട്ട് കാണണം. രാജ്യത്തിൻ്റെ ഭാവിക്ക് വേണ്ടിയിട്ടും സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടും നടപ്പിലാക്കിയ UPA സർക്കാർ തുടങ്ങി വെച്ച് NDA ഇപ്പോൾ തുടരുന്ന സാധനം. UPA വാസ് നോട്ട് ബാഡ്. ഈ UAPA ആക്ട് 1967 ഇന്ദിരാഗാന്ധി പാസ്സാക്കിയ ആക്റ്റാണ് UAPA. അത് സ്ട്രിഞ്ചൻ്റ് ആക്കിയത് ചിദംബരം ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോഴാണ് 2008. അമിത്ഷാ അതിലൊന്നും ചെയ്തിട്ടില്ല. അമിത്ഷാ കൊണ്ടുവന്ന ഒരേ ഒരു ഭേദഗതി, ഒരു വ്യക്തിയെ കൂടെ ടെററിസ്റ്റായിട്ട് പ്രഖ്യാപിക്കാം NIAക്ക്. ഇതാണ്. അതുവരെ സംഘടനയെ പറ്റുള്ളൂ. പോപ്പുലർ ഫ്രണ്ടിനെ നിങ്ങൾക്ക് ടെററിസ്റ്റ് ഓർഗനൈസേഷൻ എന്ന് പ്രഖ്യാപിക്കാം. പക്ഷേ പോപ്പുലർ ഫ്രണ്ടിലെ ഒരു മെമ്പറായ TG മോഹൻദാസിനെ ടെററിസ്റ്റ് എന്ന് പ്രഖ്യാപിക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായി, എൻ്റെ ഓർഗനൈസേഷൻ നിരോധിച്ചിട്ടൊക്കെ വേണം എന്നെ ടെററിസ്റ്റായിട്ട് പ്രഖ്യാപിച്ച് UAPA ചുമത്താനൊക്കെയുള്ള സാങ്കേതികമായ തടസ്സങ്ങൾ വരുന്നു. ആ സാങ്കേതിക തടസ്സം മാറ്റി വ്യക്തിയും ടെററിസ്റ്റ് ആകാം, അയാൾക്ക് ഓർഗനൈസേഷൻ വേണമെന്നില്ല. അയാൾക്ക് ഭ്രാന്ത് കയറിയിട്ട് 4 ബോംബുമായിട്ട് പോയി ബോംബ് ഇട്ട് കഴിഞ്ഞാൽ ഇറ്റ്സ് എ ടെററിസ്റ്റ് ആക്ട്. മറ്റത് അത് വെറും ഒരു മിസ്ചീഫായിരുന്നു, വെറും ഒരു ആക്രമണം, ടെററിസ്റ്റ് ആക്ട്. ഇത് മാത്രമാണ് അമിത്ഷാ കൊണ്ടുവന്നൊരു അമെൻമെൻറ്റ്. ഓൾ ദീസ് തിങ്സ് വെയർ ബ്രോട്ട് ബൈ UPA വിത്ത് ഗുഡ് ഇൻറ്റൻഷൻ. UAPA ആണെങ്കിലും UAPA അമെൻമെൻറ്റ്, UAPA പണ്ട് കൊണ്ടുവന്നത് ഇന്ദിരാഗാന്ധി.
അതിൻ്റെ അമെൻമെൻ്റ് ആണെങ്കിലും ഈ PMLA ആക്ട് ആണെങ്കിലും എല്ലാം UPA സർക്കാരിൻ്റെ കാലത്ത് കൊണ്ടുവന്നതാണ്. ആ BJP അതിന് തടസ്സമൊന്നും പറഞ്ഞില്ല. യെസ്, ഇഫ് ഇറ്റ് ഈസ് ടു ബി ഡൺ ഫോർ അവർ സെക്യൂരിറ്റി, പ്ലീസ് ഡു ദാറ്റ്. ഇതിൻ്റെ ഡ്രാക്കോണിയൻ പ്രൊവിഷൻസൊക്കെ അന്നും ചൂണ്ടിക്കാണിച്ചിരുന്നു BJP, ബട്ട് ദ ആക്ട് വാസ് പാസ്ഡ്. UPAക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു? ഇല്ല. UPA ന്യൂനപക്ഷ സർക്കാരായിരുന്നില്ല. സോ ദേ ഡിഡ് ഇറ്റ് വിത്ത് ദ കോപ്പറേഷൻ ഓഫ് BJP. And now they say that, oh, PMLA Act is draconian, that is to be cancelled. And they went to Supreme Court. അത് ഫെയിലായി. ബട്ട് സുപ്രീം കോർട്ടിലെ കുറേ അധികം ജഡ്ജിമാർക്ക് ഇത് ദഹിക്കാതെ കിടക്കുന്നു. ദേ ആർ ഓപ്പറേറ്റിംഗ് ഹിയർ ആൻഡ് ദെയർ. നൗ ദേ ഹാവ് സെറ്റ് എ പ്രസിഡൻറ്റ് ത്രൂ കേജ്രിവാൾ കേസ്. ഇനിയിപ്പോൾ ആർക്ക് വേണമെങ്കിലും, അതാ ഞാൻ പറഞ്ഞ്, ഓൺലൈൻ ജാമ്യം കിട്ടും ED കേസാണെങ്കിൽ. സാധാരണ കേസിൽ കിട്ടില്ല കേട്ടോ. ബെയില് പൊളിച്ചു എന്ന് പറഞ്ഞ് പിണറായി വിജയൻ പിടിച്ചുകൊണ്ട് പോകുന്നില്ല ആൾക്കാരെ 153A. അതിൽ ജാമ്യം കൊടുക്കില്ല. കള്ളപ്പണ കേസാണെങ്കിൽ ഡയറക്റ്റ് സുപ്രീം കോടതിയിൽ നിങ്ങൾക്ക് യു ക്യാൻ എൻ്റർ യുവർ നെയിം ആൻഡ് ഗെറ്റ് എ ബെയിൽ, ഇൻറ്ററിം ബെയിൽ. അതിൻ്റെ കൂടെ വേണ്ടത്, അതിപ്പോൾ കേരളത്തിൽ എല്ലാവർക്കും ഉണ്ട്. കേരളത്തിൽ 90% രാഷ്ട്രീയക്കാരാണില്ല. 10% രാഷ്ട്രീയ പാർട്ടിയിൽ മെമ്പർഷിപ്പ് ഇല്ലാത്തവരുള്ളൂ. അല്ലെങ്കിൽ പാർട്ടിയിൽ ഒരു മെമ്പർഷിപ്പ് എടുക്കാൻ എന്താ ഇത്ര വലിയ എളുപ്പം? എന്തോ 10 രൂപ വല്ലതും കൊടുത്ത് ചേട്ടാ ഒരു മെമ്പർഷിപ്പ് വേണം. ആ മെമ്പർഷിപ്പ് നമ്പർ യൂസ് ചെയ്യുക, പൊളിറ്റീഷ്യൻ പറഞ്ഞ് സത്യവാങ്മൂലം കൊടുക്കുക, കഴിഞ്ഞു. കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ ഇതിറങ്ങി വരും, ജാമ്യം വരും. ED വന്നു കഴിയുമ്പോൾ ഈ ജാമ്യം വാതിൽ ഇത് ഒട്ടിച്ച് വെച്ചാൽ മതി. ED അവിടെ വന്ന് ജാമ്യമുണ്ട്, അടുത്ത വീട് പോയി അയക്കും ജാമ്യമുണ്ട്. ED ജാമ്യം. പക്ഷെ വേറെ കാര്യമുണ്ട്, ഇത്തരം വിധികൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു സുരക്ഷിതത്വത്തിൻ്റെ സേഫ്റ്റിയുടെ മൂലക്കല്ല് ഊരുകയാണ്. I am sad that Sanjeev Khanna and Dipankar Datta is doing this. They are one of the finest legal brains. അവർക്കാകെ എനിക്ക് തോന്നുന്നത് ഒരു എറർ ഓഫ് ജഡ്ജ്മെൻറ്റ് വന്നത്, ദേ റെഡ് ടു മച്ച് പൊളിറ്റിക്സ് ഇൻ ടു ദിസ് അറസ്റ്റ്. കേജ്രിവാളിൻ്റെ അറസ്റ്റിൽ അത് പൊളിറ്റിക്കൽ അറസ്റ്റ് തന്നെയാണ് എന്നൊരു ധാരണ അവർക്ക് വന്നു. അത് വന്നു പോയാൽ പിന്നെ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. ഒരിക്കൽ ബയാസ്ഡ് ആയി കഴിഞ്ഞാൽ പ്രയാസം എന്തു ചെയ്യും. സോ ആ ഒരു മിസ്റ്റേക്ക് അവർ പറ്റി. വെൽ, ഗ്രേറ്റ് പീപ്പിൾ ഓൾസോ സംടൈംസ് മേക്ക് മിസ്റ്റേക്ക്. Otherwise, I have no problem with, I keep them with high reverence. ഈ രണ്ടുപേരെയും, സഞ്ജീവ് ഖന്നയാണെങ്കിലും ദിപാങ്കർ ദത്തയാണെങ്കിലും, ടേക്ക് ദർ EVM ജഡ്ജ്മെൻറ്റ്. എന്തൊരു സ്റ്റഡീഡ് ജഡ്ജ്മെൻറ്റാണ്. മാത്രമല്ല ADRൻ്റെ പുറകിലുള്ള താല്പര്യങ്ങൾ വരെ ദിപാങ്കർ ദത്ത അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. സോ നോട്ട് സ്മോൾ തിങ്. ബട്ട് ഇതിലവർക്ക് തോന്നി ഈ അറസ്റ്റ് നിങ്ങൾ 2 വർഷം വൈകിച്ചു, തെരഞ്ഞെടുപ്പ് വരാനായിട്ട് നോക്കുക, അങ്ങനെ എന്തോ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സിസ്റ്റത്തെ ഫെയിലിയർ ആക്കേണ്ട കാര്യമില്ലല്ലോ. സിസ്റ്റത്തെ ഫെയിലിയർ ആക്കുന്നില്ല. ഇതൊക്കെ ഇപ്പോൾ കോമകളാണല്ലോ, കുത്തിലെത്തിയിട്ടില്ല. ഇതൊന്നും എത്തുമോന്നും അറിയില്ല. ചിലപ്പോൾ ഈ 2-ാം തീയതിക്ക് മുമ്പേ കേജ്രിവാളിൻ്റെ അറസ്റ്റ് ഇല്ലീഗലാണെന്ന് അവർ പ്രഖ്യാപിച്ചാൽ കഴിഞ്ഞു. അപ്പോൾ കേജ്രിവാൾ പറഞ്ഞത് ശരിയായിട്ട് വരും. അതെ അതെ. ഏതായാലും വെയിറ്റ് ആൻഡ് സീ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.